കായംകുളം നഗരസഭയുടെ 2025-2026 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയുടെ അധ്യക്ഷതയിൽ നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് കൗൺസിലിൽ ബജറ്റ് അവതരിപ്പിച്ചു. കായംകുളം നഗരസഭയുടെ 2025-2026 വർഷത്തെ ജെൻഡർ ബഡ്ജറ്റ് നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് അവതരിപ്പിച്ചു. 70,40,09,203 രൂപ വരവും 63,16,96,515 രൂപ ചെലവും 7,24,13,408 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന വികസന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. നമ്മുടെ നഗരത്തിന്റെ ഭാവിക്കും വികസനത്തിനും ശക്തമായ ഒരു അടിത്തറ കിട്ടുവാൻ നാളിതുവരെ നഗരത്തെ നയിച്ച ഭരണാധികാരികൾക്ക് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ആ അടിത്തറ നഗരത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും എന്നും ഒരു ചാലകശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് നമുക്ക് ഈ നഗരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ആ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പദ്ധതികളാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ പ്രാധാന്യം നൽകുന്നത്. കൃഷി, അനുബന്ധ മേഖല, വ്യവസായം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം തുടങ്ങി ഉൽപാദന മേഖല, ശുചിത്വം, മാലിന്യ സംസ്കരണം, പാർപ്പിടം, ദാരിദ്ര്യ ലഘൂകരണം, ആരോഗ്യം, സേവന മേഖല, സാമൂഹ്യനീതി, സ്ത്രീ സുരക്ഷാ നഗരം തുടങ്ങിയ മേഖലകൾക്കും ബജറ്റിൽ മുന്തിയ പരിഗണനയാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം പശ്ചാത്തല മേഖലയ്ക്കായി 10,43 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ITIക്ക് കെട്ടിടം, ക്രിമിറ്റോറിയം, ആധുനിക അറവുശാല, ആയുർവേദ ആശുപത്രിക്ക് സ്ഥലവും സ്ഥലമെടുപ്പും പുതിയ കെട്ടിടവും, ഹോമിയോ ആശുപത്രിക്ക് പുതിയ കെട്ടിടം, കല്ലുമൂട് IT പാർക്ക് തുടങ്ങിയ ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ബജറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. 2024-25 വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റും 2025-26 വർഷത്തെ മതിപ്പ് ബഡ്ജറ്റും കൗൺസിൽ മുൻപാകെ ഇന്ന് അവതരിപ്പിക്കുകയാണ്. ശതാബ്ദി ആഘോഷത്തിൻ്റെ അവസാന വേളയിൽ കായംകുളം പട്ടണത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പുതിയ അനേകം പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികളിലൂടെയും മിഷൻ പ്രവർത്തനങ്ങളിലൂടെയും നഗരത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നഗരസഭയിൽ നടന്നു വരുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.